MG യൂണിവേഴ്സിറ്റിയിൽ ബികോമിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ് എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹയർ പർച്ചേസ് പ്രൈസ്, അതായത് ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കതിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സ്റ്റേണൽ എക്സാമിനേഷന് നിങ്ങൾ മിനിമം ജയിക്കാൻ വേണ്ടി നേടേണ്ടത് 24 മാർക്സ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റേർണൽ മാർക്കോടും കൂട്ടിയാണ് നിങ്ങൾക്ക് 35 മാർക്കെങ്കിലും മിനിമം ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി വാട്ട് ഈസ് ഹയർ പർച്ചേസ് പ്രൈസ്? ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ സം പേയബിൾ ബൈ ദി ഹയർ അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന ആൾ ഹയറർ കൊടുക്കേണ്ട ടോട്ടൽ തുക, അല്ലെ മുഴുവൻ തുകയാണ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റോടും കൂടുന്ന ഒരു തുകയാണത്, അല്ലേ? ക്യാഷ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം അല്ലാതെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, അല്ലാതെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന തുകയാണ് ക്യാഷ് പ്രൈസ്. അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റോടും കൂടുമ്പോഴാണ് ഹയർ പർച്ചേസ് പ്രൈസ് വരുന്നത്, അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഷുഡ് ഡിപ്രീസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ് ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറുടെ ബുക്കിൽ നമ്മൾ ഹയർ പർച്ചേസ് വഴി വാങ്ങിക്കുന്ന അസറ്റിനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണമോ എന്നുള്ളതാണ്. സാധാരണ പോലെ നമ്മൾ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹയർ പർച്ചേസറുടെ ബുക്കിൽ ആ അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടതാണ്, അത് ഡിപ്രീസിയേഷൻ കുറയ്ക്കേണ്ടതാണ് എന്നുള്ളത് എഴുതാം. ദെൻ വാട്ട് ഈസ് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് എന്നുള്ളതായിരുന്നു അടുത്തൊരു ക്വസ്റ്റ്യൻ. ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ്, ഇൻ ദിസ് മെത്തേഡ് ദ അസറ്റ് ഈസ് ഡീംഡ് ടു ബി അക്വേർഡ് ആസ് സൂൺ ആസ് ഇറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദി പൊസഷൻ. അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡിൽ, അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ നമ്മൾ ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ, ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ, അപ്പോൾ അത് എപ്പോഴാണോ നമ്മൾ അത് റിസീവ് ചെയ്യുന്നത്, നമ്മുടെ പൊസഷൻ, അതായത് ആ ഒരു അസറ്റ് ഏറ്റെടുക്കുമ്പോൾ, അപ്പോൾ തന്നെ ആ ഒരു അസറ്റ് നമ്മുടെ അക്കൗണ്ട്സിൻ്റെ ഭാഗമായി മാറുന്നു. ഇറ്റ് ഈസ് ഡീംഡ് ടു ബി അക്വയർഡ്, അതായത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ആ ഒരു അസറ്റിനെ നമുക്ക് കാണിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് അതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ട് നമ്മൾ ഈ ഒരു ഹയർ പർച്ചേസ് തുക, അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ എമൗണ്ട് നമ്മൾ കൊടുത്തിട്ടില്ല എങ്കിലും ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് നമ്മൾ അടയ്ക്കുന്നതെങ്കിലും നമ്മുടെ ഒരു അസറ്റായിട്ട് തന്നെ നമ്മുടെ ബാലൻസ് ഷീറ്റ് കാണിക്കാൻ സാധിക്കും. അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ക്രെഡിറ്റ് പർച്ചേസ് മെത്തേഡ്. ദെൻ വാട്ട് ഈസ് ഇൻവോയ്സ് പ്രൈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻവോയ്സ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് പഠിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസ് സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ചസ് അറ്റ് എ ഹയർ പ്രൈസ് ദാൻ ദി കോസ്റ്റ് പ്രൈസ്. ഹെഡ് ഓഫീസ് ബ്രാഞ്ചസിലേക്ക് നമുക്ക് കോസ്റ്റിനേക്കാളും ഒരു ഉയർന്ന വിലയ്ക്ക് ഉൽപ്പന്നം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെയാണ്, ആ ഉയർന്ന വിലയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ദിസ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് വിച്ച് ഓൾസോ ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ഈസ് നോൺ ആസ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് പ്രൈസ് പ്ലസ് അതിൻ്റെ കൂടെ അതിൻ്റെ പ്രോഫിറ്റൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇൻഫ്ലേറ്റഡ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് കൂട്ടി എഴുതുന്ന തുകയാണ്, കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റോടെയും കൂട്ടി എഴുതുന്ന ആ ഒരു വിലയാണ് നമ്മൾ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇൻകോർപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് ഫൈനൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ബൈ ഹെഡ് ഓഫീസ് ആസ് എ ഹോൾ ഫ്രം ദി കോപ്പീസ് ഓഫ് ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റഡ് ആൻഡ് സെൻഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ്. അതായത് നമ്മൾ ഹെഡ് ഓഫീസ് തയ്യാറാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം കൂടി ഒരുമിച്ച്, അതായത് എല്ലാ ബ്രാഞ്ചുകളുടെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാ ബ്രാഞ്ചുകളും അയച്ചു തരുന്ന അവരുടെ ട്രയൽ ബാലൻസ്, അപ്പോൾ അതെല്ലാം കോപ്പി ചെയ്തുകൊണ്ട് അതിൽ നിന്നെല്ലാം എടുത്തുകൊണ്ട് ആ ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിഫൈൻ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ അക്കൗണ്ടിംഗ് മെത്തേഡ് ദാറ്റ് മെയിൻറ്റെയിൻസ് ഡിഫറൻറ്റ് അക്കൗണ്ട് ഫോർ ബുക്ക് ഓർ ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റണ്ണിങ് ഇൻ ദി ഫേം. അപ്പോൾ ഒരു ഫേമിൽ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സ്പെൻസും റവന്യൂ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരൊറ്റ അക്കൗണ്ടായിട്ട് നമ്മൾ കാണിക്കുന്നതെങ്കിൽ പോലും അതിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ കോളങ്ങളുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സിന് ഒരുമിച്ച് നമുക്ക് വ്യത്യസ്ത എമൗണ്ട് കോളങ്ങൾ ഒരേ അക്കൗണ്ടിൽ കാണിച്ചുകൊണ്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എങ്കിൽ പോലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ എക്സ്പെൻസും റവന്യൂ നമുക്ക് അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി എഴുതിയിരിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അക്കൗണ്ടിങ്ങിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
Then how would you allocate income tax and interest on borrowed capital among different departments of departmental organization? അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ ഓർഗനൈസേഷനിലെ അതിൽ വന്നിരിക്കുന്ന 2 ഐറ്റംസ് ഇൻകം ടാക്സും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും അതെങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അതായത് ആ കമ്പനിയിലെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇൻകം ടാക്സിനെയും ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റലും എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇറ്റ് വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ടു ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻസ്റ്റഡ് ഡെബിറ്റഡ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ അത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ദെൻ അടുത്ത് നോക്കുക, മെൻഷൻ ദി ഓർഡർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ഓൺ ഡിസൊല്യൂഷൻ ഓഫ് എം. പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതിൽ ഓർഡർ ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം, നമുക്ക് ഒരു പാർട്ണർഷിപ്പിൻ്റെ ഡിസൊല്യൂഷൻ നടക്കുമ്പോൾ അതിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്നത് ആ ക്യാഷ് കൊടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ, കയ്യിലുള്ള തുക കൊടുക്കുമ്പോൾ ഏത് ഓർഡറിലാണ് അത് കൊടുത്തു തീർക്കേണ്ടത് എന്നുള്ളതാണ്. അതിനൊരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടല്ലേ. ആദ്യം നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ എഴുതണം ഈ പോയിൻറ്റുകൾ. രണ്ടാമത് നമ്മൾ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് ക്യാഷ് കൊടുക്കണം അവരുണ്ടെങ്കിൽ. ദെൻ ക്രെഡിറ്റേഴ്സിനും മറ്റുപോലുള്ള എക്സ്റ്റേണൽ ലയബിലിറ്റീസ് കൊടുത്ത് തീർക്കണം. വീണ്ടും ക്യാഷ് ബാക്കിയുണ്ടെങ്കിൽ അത് പാർട്ണേഴ്സിന് ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ദെൻ അത് വീണ്ടും ക്യാഷ് ബാക്കിയുണ്ടെങ്കിൽ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ തിരികെ കൊടുക്കാണ്ട് ഉപയോഗിക്കണം. വീണ്ടും സർപ്ലസ് ബാക്കിയുണ്ടെങ്കിൽ അതെന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പാർട്ണേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കണം അല്ലേ. ദെൻ അടുത്ത് നോക്കുക, വാട്ട് ഈസ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞിരിക്കുന്ന പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഗാർണർ വേഴ്സസ് മുറയിൽ 2-3 പോയിൻറ്റ്സുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, റിയലൈസേഷൻ ലോസ് ടു ബി ബോൺ ബൈ ഓൾ പാർട്ണേഴ്സ്. റിയലൈസേഷൻ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എല്ലാ പാർട്ണേഴ്സും അത് അവരുടെ റേഷ്യോയിൽ സഹിക്കേണ്ടതാണ്. ദെൻ സോൾവൻറ്റ് പാർട്ണേഴ്സ് ഷുഡ് ബ്രിങ് ദർ ഷെയർസ് ഓഫ് റിയലൈസേഷൻ ലോസ് ഇൻ ക്യാഷ്. അതിൽ സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ്, ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണർക്ക് അവർക്ക് ക്യാഷ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് അവരെന്ത് ചെയ്യണം, അവർക്ക് റിയലൈസേഷൻ ലോസ് അവർ ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുവരേണ്ടതാണ്. അത് ഗാർണർ വേഴ്സസ് മുറയിലൊരു ഡിസിഷനാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ദ ഡെഫിഷ്യൻസി ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ഇൻസോൾവൻറ്റ് പാർട്ണേഴ്സ്. ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെഫിഷ്യൻസി, അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കുന്ന അവസ്ഥ അല്ലേ. ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണർക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഡെഫിഷ്യൻസി ആണല്ലേ, ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ. ആ ഒരു ലോസ് സോൾവൻ്റ് ആയിട്ടുള്ള പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റലിൻ്റെ റേഷ്യോയിൽ കൊണ്ടുവന്ന് പരിഹരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷനിൽ പറയുക. ഇപ്പോൾ ഇൻസോൾവൻ്റ് ആയിട്ടുള്ള പാപ്പറായിട്ടുള്ള ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ഒരു ഡെബിറ്റ് ബാലൻസിൽ എത്ര രൂപയാണോ ഉള്ളത് അത് സോൾവൻ്റ് ആയിട്ടുള്ള മറ്റ് പാർട്ണേഴ്സ് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് റേഷ്യോയിൽ, വളരെ പ്രധാനപ്പെട്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ റേഷ്യോ എന്നുള്ളത് അല്ലേ, ആ റേഷ്യോയിൽ കൊണ്ടുവന്ന് അത് പരിഹരിക്കേണ്ടതാണ്. അതാണ് ഗാർണർ വേഴ്സസ് മുറേ ഡിസിഷൻ പറയുന്നത്. Then explain the treatment of goodwill at the time of dissolution of FAM. ഫെയിമിൻ്റെ ഡിസൊല്യൂഷൻ സമയത്ത് ഗുഡ്വിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ സാധാരണ അസറ്റ് ട്രീറ്റ് ചെയ്യുന്ന പോലെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്ന ഗുഡ്വിൽ അല്ലേ. ഗുഡ്വിൽ അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് അറ്റ് ഇറ്റ്സ് ബുക്ക് വാല്യൂ ടു റിയലൈസേഷൻ അക്കൗണ്ട്. നമ്മൾ ഡിസൊല്യൂഷൻ സമയത്ത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് വരയ്ക്കും. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ ഈ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, ഈ ഗുഡ്വിൽ എന്ന് പറയുന്ന അസറ്റും സാധാരണ പോലെ മറ്റു അസറ്റ് പോലെ തന്നെ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇഫ് എനി എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം ഗുഡ്വിൽ, ഗുഡ്വിൽ നിന്ന് എന്തെങ്കിലും തുക കിട്ടിയതായിട്ട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ക്യാഷ് കിട്ടുന്നതായിട്ട്, അതിന്മേൽ ക്യാഷ് കിട്ടുന്നതായിട്ട് നമ്മൾ എഴുതേണ്ടതാണ്. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ആൻഡ് ക്യാഷ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് അല്ലേ. അതായത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ജേണലിൽ വെച്ച് നമ്മളതിന് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ, ക്യാഷ് അക്കൗണ്ടിൽ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വെൻ ഓൾ ദി പാർട്ണേഴ്സ് ആർ ഇൻസോൾവൻറ്റ് ഹൗ ദ ഡെഫിഷ്യൻസി ഈസ് ട്രീറ്റഡ്. എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ് ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ക്രെഡിറ്റേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ പാർട്ണേഴ്സും അവിടെ ഇൻസോൾവൻ്റ് ആണെങ്കിൽ അല്ലേ, എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവൻ്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ സാധാരണ പോലെ ക്രെഡിറ്റേഴ്സിനും എക്സ്റ്റേണൽ ലയബിലിറ്റിയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യില്ല. ഇൻസ്റ്റഡ് സെപ്പറേറ്റ് അക്കൗണ്ട്സ് വിൽ ബി പ്രിപ്പയർഡ്. നമ്മൾ ഓരോന്നിനും നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് അവൈലബിൾ ഇൻക്ലൂഡിംഗ് റിസീവ്ഡ് ഫ്രം പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് പാർട്ണേഴ്സ്. നമ്മൾ പാർട്ണേഴ്സിൻ്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ് വിറ്റ് കിട്ടിയ ക്യാഷ് ഉൾപ്പെടെയുള്ള ആ ഒരു ക്യാഷ് നമ്മൾ ക്രെഡിറ്റേഴ്സിന് നമ്മൾ കൊടുത്തു തീർക്കും അല്ലേ, അവർക്ക് പർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ അതിന് കൊടുത്തു തീർക്കണം. ആൻഡ് ദ ബാലൻസിങ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു. എന്നിട്ടും കൊടുത്തു തീർക്കാൻ സാധിക്കാത്ത ക്രെഡിറ്റേഴ്സിന് വീണ്ടും ബാലൻസ് നിൽക്കുകയാണെങ്കിൽ അത് ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. ഒരു പർട്ടിക്കുലർ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും, ഡെഫിഷ്യൻസി അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിന് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്ത തുക അത് നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യണം അല്ലേ. പാർട്ണേഴ്സ് ലോൺ ആൻഡ് ബാലൻസ് ഇൻ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്,
പാർട്ണേഴ്സിൻ്റെ ലോൺ അക്കൗണ്ടിൻ്റെയും പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് എല്ലാം നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവസാനം ഡെഫിഷ്യൻസി അക്കൗണ്ട് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ക്ലോസ് ചെയ്യും അല്ലേ, രണ്ട് സൈഡ് ഈക്വലായിട്ടത് ക്ലോസ് ആകും. അപ്പോൾ അങ്ങനെയാണ് ഡെഫിഷ്യൻസി നമുക്ക് ഉള്ളപ്പോൾ, അതായത് എല്ലാ പാർട്ണേഴ്സും ഇൻസോൾവൻ്റ് ആണെങ്കിൽ ആ ഡെഫിഷ്യൻസിയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന് ഉള്ളതെങ്കിൽ ഇങ്ങനെയാണിത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ വാട്ട് ഈസ് AS10 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 10. നമുക്ക് കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ പഠിക്കാനുണ്ട്. ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെല്ലാം തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓരോന്ന് എന്തിനെക്കുറിച്ചാണ് ഓർത്തിരുന്നേക്കുക. അക്കൗണ്ടിങ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് അല്ലേ. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റും പ്രോപ്പർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 സെൻറ്റൻസോടെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത്രയും ചെറുതായിട്ട് ഒരു സെൻറ്റൻസിൽ എഴുതി തീർക്കാതെ 1-2 സെൻറ്റൻസുകൾ കൂടി നമ്മൾ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് മിനിമം ഒരു 3 സെൻറ്റൻസ് എങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. 2 സെൻറ്റൻസൊക്കെ എഴുതിയാലും പൂർണ്ണമായിട്ട് മാർക്ക് കിട്ടാറുണ്ട്. അടുത്ത പാർട്ട് ബിയിലേക്ക് പോവുകയാണ്. പാർട്ട് ബിയിൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹയർ പർച്ചേസ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം നമുക്ക് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഹയർ പർച്ചേസ് സിസ്റ്റവും ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്ന്, നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അതിൽ എഗ്രിമെൻറ്റ് ഓഫ് ഹയറിംഗ് വിത്ത് ദി ഓപ്ഷൻ ടു ബൈ. നമ്മളൊരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അതിനെ ഹയർ ചെയ്യണം, വാടകയ്ക്ക് എടുക്കുന്ന പോലെയാണ് അല്ലേ. വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ നമുക്കത് മുഴുവൻ തുകയും അടച്ച് നമുക്കത് സ്വന്തമാക്കാം അല്ലേ. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ഓഫ് സെയിലിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, പല ടെക്സ്റ്റിലും ഇതിൻ്റെ വേഡിങ്സിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ, മീനിങ് ഒക്കെ ഏകദേശം ശരി തന്നെയാണ്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ആഫ്റ്റർ ദി ലാസ്റ്റ് പേയ്മെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റുകൾ ഹയർ പർച്ചേസ് തുകയ്ക്ക് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് അവസാനത്തെ തുക അടച്ചു ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു അസറ്റ് നമ്മുടെ സ്വന്തമാകുന്നു അല്ലേ. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നപ്പോൾ മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ മുഴുവൻ തുക അടച്ചില്ലെങ്കിലും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഓണർഷിപ്പ്, ആ ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പിന്നീട് ഇൻസ്റ്റാൾമെൻറ്റുകളൊന്നും അടച്ചില്ല എങ്കിൽ കേസ് കൊടുത്ത് അല്ലെങ്കിൽ കോടതി വഴിയൊക്കെയാണ് അവർക്ക് ആ ഒരു നീതി നടപ്പിലാക്കി കിട്ടുക. റൈറ്റ് ഓഫ് റീപൊസഷനുള്ള അവസരം എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് അല്ലേ. അതായത് ഹയർ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ കൊടുത്ത അസറ്റ് തിരികെ പിടിക്കുക അല്ലേ. അതിനാണ് റീപൊസഷൻ എന്ന് പറയുന്നത്. അത് വിറ്റ കമ്പനിക്ക് തിരികെ അത് ലഭിക്കുന്നുള്ള അവകാശമുണ്ട്. പക്ഷേ അങ്ങനത്തെ നോ സച്ച് റൈറ്റ് ടു റീപൊസസ്ഡ് അസറ്റ്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരു റീപൊസഷനുള്ള അവസരമില്ല. അടുത്ത റൈറ്റ് ഓഫ് വെണ്ടറാണ്. അതായത് ഈ ഹയർ പർച്ചേസ് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലൂടെ അസറ്റ് വിൽക്കുന്ന വ്യക്തി, അതാണ് വെണ്ടർ എന്ന് പറയുന്നത് അല്ലേ. റൈറ്റ് ടു ഫോർഫീറ്റ് ദി ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഓൾറെഡി പെയ്ഡ്. റീപൊസഷൻ്റെ കേസിൽ ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ ഫോർഫീറ്റ് ചെയ്യുക, കണ്ടുകെട്ടാനുള്ള അവകാശം ഹയർ പർച്ചേസ് സിസ്റ്റത്തിലുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനെയൊന്നുമില്ല. അവർക്ക് ബാക്കി തുക കിട്ടാനുണ്ടെങ്കിൽ അതിനുവേണ്ടി റൈറ്റ് ടു സ്യൂ, കോടതിയിൽ കേസ് കൊടുത്ത് അൺപെയ്ഡ് ബാലൻസ് തിരികെ വാങ്ങിക്കാനുള്ള അവകാശം മാത്രമേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലുള്ളൂ. ദെൻ റിട്ടേൺ ഓഫ് ഗുഡ്സ്. നമുക്ക് വേണമെങ്കിൽ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ വാങ്ങിച്ചിരിക്കുന്ന അസറ്റ് പേയ്മെൻറ്റുകൾ അടവ് നിർത്തിയിട്ട് അത് വേണമെങ്കിൽ അത് ഹയർ പർച്ചേസ് അവിടെ വിറ്റ ആൾക്കാരെ വെണ്ടർക്ക് തിരികെ നൽകാം. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനെ തിരികെ കൊടുക്കാനുള്ള ഒരവസരമില്ല. റൈറ്റ് ഓഫ് ഡിസ്പോസൽ. നോ റൈറ്റ് ടു പ്ലഡ്ജ് ഓർ സെൽ ദ ഗുഡ്സ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ വാങ്ങിക്കുന്ന അസറ്റുകൾ, ആ ഉൽപ്പന്നം നമുക്ക് മറ്റെവിടെയെങ്കിലും പണയപ്പെടുത്താനോ അല്ലെങ്കിൽ അത് മറിച്ച് വിൽക്കാനോ നമുക്കത് സാധിക്കില്ല. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമുക്കത് പ്ലഡ്ജ് ചെയ്യാനും മറിച്ച് വിൽക്കാനൊക്കെ അവകാശത്തിന് തടസ്സമില്ല. ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ് അടുത്തത്. ഹയർ പർച്ചേസർ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്റ്റ്. ഹയർ പർച്ചേസർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് ആ ഒരു അസറ്റ് തിരികെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ അങ്ങനെ ഒരിക്കലും ഇൻസ്റ്റാൾമെൻറ്റിലൂടെ വാങ്ങിച്ച ഉൽപ്പന്നം തിരികെ കൊടുത്ത് കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ലീഗൽ സ്റ്റേറ്റസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലീഗൽ പൊസിഷൻ ഓഫ് പർച്ചേസർ. ഇവിടെ ഹയർ പർച്ചേസറുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ബെയിലർ റിലേഷൻഷിപ്പിൽ വരുന്ന, അതിൽ ബെയിലി എന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ഒരു നിശ്ചിത പർപ്പസിന് വേണ്ടി നിശ്ചിത കാലത്തേക്ക് ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നു, അങ്ങനെ ഒരു സംവിധാനമാണ് ബെയിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ബെയിലി, അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ പോലെ തന്നെയാണ് ഇവിടെ ഹയർ പർച്ചേസറുടെ ലീഗൽ സ്റ്റാറ്റസ്. പക്ഷേ ഇവിടെ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് ആ ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ഓണർഷിപ്പ് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഓണർ എന്നുള്ള ഒരു പൊസിഷനാണ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലൂടെ ഉൽപ്പന്നം വാങ്ങിക്കുന്ന വ്യക്തിക്കുള്ളത്. അടുത്ത റിസ്ക് ഓഫ് ലോസ് ആണ്. റിസ്ക് ഓഫ് ലോസ് അറൈസിങ് ഫ്രം ഗുഡ്സ് ടു ബി ബോൺ ബൈ ദി വെണ്ടർ. അതായത് ഈ ഒരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ നമുക്ക് വാങ്ങിക്കുന്ന അസറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് വെണ്ടർ തന്നെയാണ് വഹിക്കേണ്ടത്. അതായത് നമുക്ക് ഉൽപ്പന്നം അസറ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ചത് അദ്ദേഹം തന്നെ അത് ആ ഒരു നഷ്ടം സഹിക്കേണ്ടതാണ്. പക്ഷേ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ അത് ആ ലോസ് വഹിക്കേണ്ടത് അത് വാങ്ങിച്ച വ്യക്തി തന്നെയാണ്. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഗവേണിംഗ് ആക്ട്, നിയമം,
ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ബന്ധപ്പെട്ട നിയമം ഹയർ പർച്ചേസ് ആക്ട് 1972 ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം വരുന്നത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് വഴിയാണ്, അതിൻ്റെ കീഴിലാണത് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പോർട്ട് മെഷീനറി. ഇതാണ് ഈ 14ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത് അല്ലേ. ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടി അത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രാഞ്ചസ് ഫ്രം ദി അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ അതായിരുന്നു. അക്കൗണ്ടിങ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബ്രാഞ്ചിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ബ്രാഞ്ചസിനെ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്നും ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസിനൊക്കെ തരംതിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യം നമുക്ക് എഴുതാം. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ഡു നോട്ട് ഹാവ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിന് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ പൂർണ്ണതയിൽ അവിടെ നടത്തപ്പെടുന്നില്ല, അക്കൗണ്ടിങ് ചെയ്യുന്നില്ല. ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് കീപ്സ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസ് അവരോട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ് അത് ചെയ്യുന്നില്ല. ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് കീപ്പിംഗ് അക്കൗണ്ട്സ് ബൈ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഡിഫറൻറ്റ് മെത്തേഡ്സിൽ ഒന്നാമത് ഡെപ്റ്റർ സിസ്റ്റം, ദെൻ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, അതൊക്കെയാണ്. ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് കവേഴ്സ് പ്രിപ്പറേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഇൻ ബ്രാഞ്ച് ബുക്ക് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് അക്കൗണ്ട് ബുക്ക് അല്ലേ, ഹെഡ് ഓഫീസ് ബുക്ക്. അതായത് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് തയ്യാറാക്കേണ്ടത്? പ്രിപ്പറേഷൻ ഓഫ് ഹെഡ് ഓഫീസ് അക്കൗണ്ട്, ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ടും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ടും നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് അല്ലേ. ആൻഡ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക്. മിക്ക എല്ലാ ബ്രാഞ്ചുകളുടെയും ട്രയൽ ബാലൻസുകളെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ചുകൊണ്ട് ഹെഡ് ഓഫീസിലും നമ്മൾ ഫൈനൽ ട്രയൽ ബാലൻസും മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അടുത്തത് ഷോ ദ എൻട്രീസ് വുഡ് ബി പാസ്ഡ് ബൈ ദ ഹെഡ് ഓഫീസ് ടു റെക്കോർഡ് ദ ഫോളോവിങ് ട്രാൻസാക്ഷൻ ഇൻ ദിയർ ബുക്സ്. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഗുഡ്സ് എമൗണ്ടിങ് ടു ₹5,000 ട്രാൻസ്ഫേർഡ് ഫ്രം ഡൽഹി ബ്രാഞ്ച് ടു ആഗ്ര ബ്രാഞ്ച് അണ്ടർ ദി ഇൻസ്ട്രക്ഷൻ ഓഫ് ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം ഡൽഹി ബ്രാഞ്ചിൽ നിന്ന് ആഗ്ര ബ്രാഞ്ചിലേക്ക് 5,000 രൂപ ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആഗ്ര ബ്രാഞ്ച് അക്കൗണ്ട് ടു ഡൽഹി ബ്രാഞ്ച് എന്നാണ്. അതായത് ആരാണോ തുക സ്വീകരിക്കുന്ന ബ്രാഞ്ച് അവരെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ആഗ്ര ബാങ്ക് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഡൽഹി ബ്രാഞ്ച്, ആരാണോ അത് കൊടുക്കുന്നത് അല്ലേ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ള ആ റോൾ അനുസരിച്ച് നമുക്ക് എഴുതിയാൽ മതി. അപ്പം ആ ഒരു ജേണൽ എൻട്രി വരും. അടുത്തത് A remittance of ₹6,000 made by the Agra branch to head office on 25th December and received by the head office on 6th January. അപ്പോൾ ഇവിടെ നമുക്ക് ആഗ്ര ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അയച്ച ₹6,000 25th അയച്ചതാണ്, പക്ഷേ അത് റിസീവ് ചെയ്തിരിക്കുന്നത് 6th ജനുവരിയിലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുത്ത ഒരു ഡേറ്റും അത് റിസീവ് ചെയ്ത ഡേറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഇപ്പോൾ ഗുഡ്സാണ് അയക്കുന്നതെങ്കിൽ അത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണ്. ഇവിടെ ക്യാഷ് റെമിറ്റൻസ് ഓഫ് ₹6,000 എന്നല്ലേ, അപ്പോൾ അത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആണ്. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് വരുമ്പോൾ ഉള്ള ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ആഗ്ര ബ്രാഞ്ച് എന്നാണ് അല്ലേ. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ആഗ്ര ബ്രാഞ്ച് എന്നാണ്. അതുപോലെ തന്നെയാണ് അടുത്തത് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് അക്കൗണ്ട് ടു ഡൽഹി ബ്രാഞ്ച്. ഇത് ഓർത്തിരിക്കുക. ഈ കേസിൽ ഗുഡ്സ് അയച്ചതായിട്ടാണ് പറയുന്നത് അല്ലേ. ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രാഞ്ചസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ബ്രാഞ്ച് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വ്യത്യാസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണ്. ഡിപ്പാർട്ട്മെൻറ്റ് ആകുമ്പോൾ അറ്റാച്ച്ഡ് ടു മെയിൻ ഓഫീസ്, അതിൻ്റെ മെയിൻ ഓഫീസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരേ കെട്ടിടത്തിനുള്ളിൽ തന്നെയായിരിക്കും ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓപ്പൺ ടു ഇൻക്രീസ് ദ കസ്റ്റമർ ബേസ്. ബ്രാഞ്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ അത് ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിന് വേണ്ടിയാണ്. ദെൻ പെർഫോം സബ്സ്റ്റാൻഷ്യലി സെയിം ലൈൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി. അതായത് ഒരേപോലുള്ള ബിസിനസ്, ഓരോ പ്രൊഡക്റ്റുകളൊക്കെ തന്നെയായിരിക്കും ഈ ബ്രാഞ്ചിൽ വിൽക്കപ്പെടുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിൽ വ്യത്യസ്ത ഗുഡ്സും സർവീസ്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും വ്യത്യസ്ത ഗുഡ്സും സർവീസൊക്കെ ആയിരിക്കും നൽകുക. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഇൻലാൻഡ് ബ്രാഞ്ചസോ ഫോറിൻ ബ്രാഞ്ചസോ ആകാം, അത് ഇന്ത്യക്കുള്ളിലോ ഇന്ത്യക്ക് പുറത്തോ ആകും രാജ്യങ്ങളാകാം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് ഇൻലാൻഡ് മാത്രമേ ആവുള്ളൂ, കാരണം മെയിൻ ഓഫീസ് ഹെഡ് ഓഫീസുമായിട്ട് ചേർന്നായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുക. ദെൻ മാനേജറിയൽ കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഡിഫിക്കൽട്ട് ഓഫ് ദെയർ ജോഗ്രഫിക്കലി ഡിറ്റാച്ച്ഡ്. ജോഗ്രഫിക്കലി വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഡിറ്റാച്ച്ഡ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ സൂപ്പർവിഷനും ഒക്കെ ബ്രാഞ്ചസിൻ്റെ കേസിൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള സൂപ്പർവിഷനും മാനേജറിയൽ കൺട്രോളൊക്കെ മെയിൻ ഓഫീസുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കേസിൽ അല്പം കൂടി ഈസിയാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്തത് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രോബ്ലമാണ്. എ ഫേം ഹാസ് 2 ഡിപ്പാർട്ട്മെൻറ്റ് A and B ഡ്യൂറിംഗ് ദി ഇയർ 31st December 2018. ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഷോഡ് ദ ഫോളോവിങ്. 2 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസും സെയിൽസും റിട്ടേൺസ് ഔട്ട്വേർഡും റിട്ടേൺസ് ഇൻവേർഡൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന പോലെ നമുക്കിത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ.
നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ 2 എമൗണ്ട് കോളങ്ങൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് തയ്യാറാക്കുക. നമുക്ക് ആദ്യം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ഇവിടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹെഡിങ് എഴുതണം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആദ്യം എഴുതും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റേയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് അവരുടെ കോളങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് എ ഡിപ്പാർട്ട്മെൻറ്റ് ബി എന്ന് പറയുന്ന 2 എമൗണ്ട് കോളങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലുണ്ട് അല്ലേ. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ 2 പേരുടെയും കോളത്തിൽ എമൗണ്ട് കോളത്തിൽ നമ്മൾ എഴുതുന്നു. ടു പർച്ചേസ് ലെസ് റിട്ടേൺസ് കുറച്ചുള്ള പർച്ചേസും അതും എഴുതുന്നു. വേജസ് എഴുതുന്നു. ക്യാരേജ് ഇൻവേർഡ് എഴുതുന്നു. ഇവിടെയാണെങ്കിൽ സെയിൽസ് ലെസ് റിട്ടേൺസ് കുറച്ചുള്ള സെയിൽസ് എഴുതുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുന്നു. അതിനുശേഷം നമ്മളത് ബാലൻസ് ചെയ്യുന്നു അല്ലേ. അപ്പം ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും 21,683 12,417 കിട്ടും. അതേ ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്തെഴുതുന്നു അല്ലേ. ഇതേ എമൗണ്ട് തന്നെ ഇങ്ങോട്ട് എഴുതുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റങ്ങൾ ടു സാലറി, ടു ക്യാരേജ് ഔട്ട്വേർഡ്, ടു റെൻറ്റ്, ടു മിസ്സലേനിയസ് എക്സ്പെൻസ്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതണം അല്ലേ. ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇതിൻ്റെ ബാലൻസ് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പോൾ ക്യാരേജ് ഇൻവേർഡ് നമ്മൾ നെറ്റ് പർച്ചേസ് റേഷ്യോയിലും ക്യാരേജ് ഔട്ട്വേർഡ് നെറ്റ് സെയിൽസ് റേഷ്യോയിലുമാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് നെറ്റ് പർച്ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ലെസ് റിട്ടേൺസ് കണ്ടില്ല. അപ്പോൾ ഇതിൻ്റെ റേഷ്യോയിലാണ് ഈ ഒരു ക്യാരേജ് ഇൻവേർഡ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ക്യാരേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ നെറ്റ് സെയിൽസ് റേഷ്യോയിലാണ്, അതായത് സെയിൽസ് ലെസ് റിട്ടേൺസ് ഈ റേഷ്യോയിലാണ് അല്ലേ. ഇപ്പോൾ നോക്കുക, ഇനി നമുക്ക് അടുത്ത ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഇത് എക്സ്പെൻസ് നോട്ട് ഡയറക്റ്റ്ലി ചാർജബിൾ ടു എനി ഡിപ്പാർട്ട്മെൻറ്റ്. ക്യാരേജ് ഇൻവേർഡ് ഉണ്ട്, അത് ഡയറക്റ്റായിട്ട് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാരേജ് ഇൻവേർഡ് ആകുമ്പോൾ പർച്ചേസ് ലെസ് റിട്ടേൺസിൻ്റെ റേഷ്യോയിൽ ഇതിനെ ഡിവൈഡ് ചെയ്തു. ഇവിടെ റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ് പറഞ്ഞിട്ടുണ്ട്, മിസ്സലേനിയസ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഡിവൈഡ് ചെയ്യേണ്ടത് 3:2 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം 3:2 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ട 2 ഐറ്റമാണ് ജനറൽ മാനേജർ സാലറിയും ഇൻട്രസ്റ്റ് റിസീവ്ഡും അല്ലേ. അത് നമുക്ക് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്രയും ചെയ്തിട്ട് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഈ ഒരു പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് നമ്മളിവിടെ എഴുതുന്നു അല്ലേ. ഈ ഒരു പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൂട്ടി ഇവിടെ എഴുതുന്നു. ഒറ്റ എമൗണ്ട് കൂടെ മതി. പിന്നെ ഇൻട്രസ്റ്റ് റിസീവ്ഡ് അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. മാനേജറുടെ സാലറി നമ്മൾ ഡെബിറ്റ് ചെയ്യണം അല്ലേ. അതിനുശേഷം വരുന്ന ഈ ഒരു അക്കൗണ്ട് വീണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് 20,800 കിട്ടും അല്ലേ. ഇനി ഡിസൊല്യൂഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഫേമിൻ്റെയും ഒപ്പം തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, എല്ലാവരും പഠിച്ചിരിക്കുക. ഇത്തരത്തിലുള്ള തിയറി ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഒന്നാമത്തത് മീനിങ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് എഗ്രിമെൻറ്റിലുണ്ടാകുന്ന വ്യത്യാസം മാത്രമാണ്. അവരുടെ റേഷ്യോകൾ തമ്മിൽ മാറുന്നു അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ അത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ണേഴ്സിൻ്റെയും തമ്മിലുള്ള ഒരു ഡിസൊല്യൂഷനെയാണ്. എല്ലാ പാർട്ണേഴ്സും അവിടെ പിരിഞ്ഞു പോകേണ്ടി വരുന്നു. ഫേം കംപ്ലീറ്റ് ആയിട്ട് അവസാനിക്കുന്നു അല്ലേ. ബ്രേക്ക് ഡൗൺ ഓഫ് ബിസിനസ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നു, തുടരുന്നു അല്ലേ. പക്ഷേ ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ഫേമിൻ്റെ ബിസിനസ് മുഴുവനായിട്ട് അവസാനിക്കുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ മേ നോട്ട് ബി ക്ലോസ് അല്ലേ, അത് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല ബുക്സ് ഓഫ് അക്കൗണ്ട്. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ നമ്മൾ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും ക്ലോസ് ചെയ്യണം. ദെൻ ഡിസൊല്യൂഷനിൽ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം. ഡിസൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ ഡിസൊല്യൂഷനല്ല. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫേമിൻ്റെ ഡിസൊല്യൂഷനല്ല, പാർട്ണേഴ്സിൻ്റെ എഗ്രിമെൻറ്റിൽ വ്യത്യാസം വരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ണർഷിപ്പിൽ എല്ലാ പാർട്ണേഴ്സിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഡിസൊല്യൂഷനാണ്, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് മുഴുവനായിട്ട് അവസാനിക്കുകയാണ് അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഓൾസോ ഡിസൊല്യൂഷൻ ഓഫ് ഫേം സംഭവിക്കുമ്പോൾ എല്ലാ പാർട്ണേഴ്സ് തമ്മിലുള്ള ബന്ധം അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നർത്ഥമാക്കുന്നില്ല, അതായത് ഫേമിൻ്റെ മൊത്തത്തിലുള്ള ഡിസൊല്യൂഷൻ നടക്കുന്നില്ല എന്നർത്ഥം. ഇനി ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എങ്ങനെയൊക്കെ നടക്കാം? വോളണ്ടറി ആകാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ് പ്രകാരമാകാം അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ അത് വോളണ്ടറി ആകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ അത് കമ്പൽസറി ആകാം. ഇപ്പോൾ കോടതിയൊക്കെ ഇടപെട്ട് ചില ഫേമിൻ്റെ ഡിസൊല്യൂഷനൊക്കെ നിർദ്ദേശിച്ചേക്കാം. ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഇവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ കോടതി പാർട്ണർഷിപ്പ് ഡിസൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്യാറില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ആ കേസിൽ കോടതി ഉത്തരവ് വരാം, അതായത് കോടതി ഉത്തരവ് പ്രകാരം ചില ഫേമിൻ്റെ ഡിസൊല്യൂഷൻ നടന്നേക്കാം അല്ലേ. ഇനി അടുത്ത് എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ്. പീസ്മീൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേരിയസ് മെത്തേഡ്സാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുക കേട്ടോ, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മെത്തേഡും മാക്സിമം ലോസ് മെത്തേഡും കേട്ടോ, അതെന്താണെന്ന് അതിൻ്റെ തിയറി ഉൾപ്പെടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അത് കണ്ട് പഠിക്കുക. 2 മെത്തേഡിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്.
ഫോർ ദി പർപ്പസ് ഓഫ് ആപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ ആപ്ലിക്കബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ദ എൻ്റർപ്രൈസ് ആർ ക്ലാസിഫൈഡ്. നമ്മൾ എൻ്റർപ്രൈസുകളെ, അതായത് സ്ഥാപനങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ലെവൽ 1, ലെവൽ 2 ആൻഡ് ലെവൽ 3 അല്ലേ. ലെവൽ 1 ദേ ആർ അക്വേർഡ് ടു കംപ്ലൈ ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫുള്ളി. ലെവൽ 1 പെടുന്ന സ്ഥാപനങ്ങൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും അത് പാലിക്കാൻ വേണ്ടി, ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ലെവൽ 2 ആൻഡ് ലെവൽ 3 വരുമ്പോൾ ആർ കൺസിഡേർഡ് SMEs, അതായത് സ്മോൾ മീഡിയം എൻ്റർപ്രൈസുകളെയാണ് നമ്മൾ SMEs എന്ന് പറയുക. അതൊക്കെയാണ് ലെവൽ 2 3 പെടുന്നത്. നോ റിലാക്സേഷൻ ഷുഡ് ബി ഗിവൺ ടു ലെവൽ 2 ആൻഡ് 3 എൻ്റർപ്രൈസ് ഇൻ റെസ്പെക്ട് ഓഫ് റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ. റെക്കഗ്നീഷൻ ആൻഡ് മെഷർമെൻറ്റ് പ്രിൻസിപ്പിളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലെവൽ 2 ലെവൽ 3 യാതൊരു റിലാക്സേഷനും ഇല്ലാതെ അവർ ഫോളോ ചെയ്യണം. ദേ ആർ ഫുള്ളി എക്സ്പെൻഡ് പറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്റ്റാൻഡേർഡ്സ് പ്രൈമർലി ലേഡ് ഓൺ ഫോർ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അവർ പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ലെവൽ 2 ആൻഡ് 3 പെടുന്ന എൻ്റർപ്രൈസുകൾ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി നോക്കാനുള്ളത് പാർട്ട് C ആണ്. അതിൽ നമുക്ക് കുറച്ച് essay questions ആണ് വരിക. അപ്പോൾ ഈ essay questions കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് നമുക്കിനി അടുത്തൊരു പാർട്ടായിട്ട് ഇതിന് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് essay question കഴിഞ്ഞ ദിവസം ചെയ്തതാണ് പാർട്ട് 1. ഇത് പാർട്ട് 2 ആണ് ഈ ക്ലാസ്. ഇനി ഒരു പാർട്ട് 3 കൂടി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്